ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കോളിഫ്ലവറിനെ കൊണ്ട് ഒരു അടിപൊളി ടേസ്റ്റി ക്രീമി കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ചപ്പാത്തിക്കൊക്കെ സൂപ്പറാണ്. അതിനൊരു 3 ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു കിഴങ്ങ് എടുത്തിട്ടുണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക്, പിന്നെ മല്ലിച്ചപ്പും കരിവേപ്പിൻ്റെ ഇലയും, പിന്നെ തക്കാളി ചെറുതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 എടുത്തത്, അല്ലെങ്കിൽ 1 മതി. അപ്പോൾ നമ്മളൊരു അടുപ്പത്ത് കുറച്ച് വെള്ളം വെച്ചിട്ട് അതിൽ മഞ്ഞൾപ്പൊടി ഇട്ട് വെക്കുക കേട്ടോ. അത് തിളയ്ക്കട്ടെ. ആ തിളയ്ക്കുന്ന നേരം കൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള വലുപ്പത്തിന് ഈ കോളിഫ്ലവർ മുറിച്ചെടുത്തിട്ട് നന്നായിട്ട് കഴുകണം കേട്ടോ. പുഴുവൊക്കെ ഉണ്ടോ നോക്കിയിട്ട് നന്നാക്കി കഴുകിയിട്ട് ഇതിലേക്ക് ഇടുക. എന്നിട്ട് അതവിടെ കിടന്ന് തിളയ്ക്കട്ടെ കേട്ടോ. ഒരു 2-3 മിനിറ്റ് തിളയ്ക്കട്ടെ. അപ്പോഴത്തേക്ക് ഞാൻ സവാളയൊക്കെ കുനുകുന അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങ് നമ്മൾ കുക്കറിലല്ല വേവിക്കുന്നത്, അതിനെ കൊണ്ടാണ് ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ ഒരു പാത്രത്തിൽ അണ്ടിപ്പരിപ്പ് കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. മുഴുവനായിട്ടുള്ള അണ്ടിപ്പരിപ്പാണെങ്കിൽ ഒരു 12 എണ്ണം, അല്ലെങ്കിൽ ഒരു 15 പീസ് കേട്ടോ. അങ്ങനെ ഒരു അടുപ്പത്തേക്ക് നമ്മൾ പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ വെച്ചിട്ട് നമ്മൾ കറിവേപ്പിൻ്റെ ഇല ഇടും. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് പച്ചമുളകും ഇട്ടിട്ട് അതൊന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ സവാള ഇടും കേട്ടോ. സവാള ഇട്ടിട്ട് ഉപ്പിട്ടിട്ട് നമ്മൾ നല്ലോണം വഴലാൻ വെക്കുക കേട്ടോ. നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമ്മൾ വീണ്ടും അതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇടുക. എന്നിട്ട് പിന്നെ ഒരു പട്ട, 2 ഏലക്കായ ഇതും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങ് ഇടുന്നതിന് മുന്നേ ഞാൻ പട്ടയും 2 ഏലക്കായ ഇട്ടിട്ടുണ്ട്. ഗ്രാമ്പുണ്ടെങ്കിൽ ഒരു ഗ്രാമ്പും കൂടി അതിലേക്ക് ഇടുക കേട്ടോ. അങ്ങനെ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് നമ്മൾ അടച്ച് വെച്ച് വേവിക്കുകയാണെങ്കിൽ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുക. അതൊന്ന് നന്നായിട്ട് വഴറ്റി വന്നതിൻ്റെ ശേഷം നമ്മൾ ഫസ്റ്റ് മഞ്ഞൾപ്പൊടി ഇടുക കേട്ടോ. മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂണ് അത് ഇട്ടിട്ട് നമ്മൾ ഓരോ പൊടി വെച്ചിട്ടാണ് കേട്ടോ ഫസ്റ്റ് തന്നെ ഇടണം, ഒന്നായിട്ട് ഇടുന്നില്ല. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ആ മഞ്ഞൾപ്പൊടീൻ്റെ പച്ചക്കുത്ത് മാറി വരുമ്പോൾ നമ്മളൊരു 2 സ്പൂണ്, നമ്മളെ എരിവിനനുസരിച്ചാണ് കേട്ടോ. ഞാനൊരു 2 സ്പൂണാണ് മുളക് പൊടി ഇട്ടിട്ടുള്ളത്. ആ 2 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. അതിൻ്റെ പച്ചമണം മാറി വന്നപ്പം ഞാൻ മല്ലിപ്പൊടി ഒരു 3 സ്പൂൺ ഇട്ടിട്ടുണ്ട്. മുളക് പൊടി എത്രയാണോ ഇടുന്നത് അതിൻ്റെ ഒരു സ്പൂൺ അധികമാണ് കേട്ടോ ഞാൻ മല്ലിപ്പൊടി ഇടാറ്. അങ്ങനെ അതിട്ടു. പിന്നെ നമ്മൾ ഒരു സ്പൂണ് കുരുമുളക് പൊടി ഇട്ടു. എന്നിട്ട് തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് അടച്ച് വെച്ചു കേട്ടോ. ആ നന്നായിട്ട് അടച്ച് വെച്ച് എണ്ണ തെളിഞ്ഞ് വന്നപ്പം നമുക്ക് കറിയിലേക്ക് എത്രയാണോ ആവശ്യമുള്ളത് ആ വെള്ളം നമ്മൾ അതിലേക്ക് ഒഴിക്കുക കേട്ടോ. അങ്ങനെ അത് തിളച്ച് വരുമ്പോൾ ഞാനൊന്ന് സിമ്മിലിട്ട്, എന്നിട്ട് നമ്മളെ കോളിഫ്ലവർ ഉണ്ടല്ലോ, നമ്മൾ നന്നാക്കി മഞ്ഞൾപ്പൊടി ഇതിലൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള അത് നന്നാക്കി കഴുകി ഒന്നും കൂടി കഴുകിയിട്ടോ ഞാൻ. എന്നിട്ട് ആ കഴുകിയിട്ട് നമ്മൾ ഈ കറിയിലിട്ടിട്ട് തിളപ്പിക്കാൻ വെച്ചു. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പുണ്ടാക്കാം. ആവശ്യത്തിന് തേങ്ങ എടുക്കുക. നമ്മൾ കുതിർത്ത് വെച്ച അണ്ടിപ്പരിപ്പും ഒരു സ്പൂണ് പെരുംജീരകം അതിലേക്ക് ഇടുക കേട്ടോ. എന്നിട്ട് നമ്മളിത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ കണ്ടോ, നല്ല ക്രീമി ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അതിലേക്ക് നമ്മൾ മല്ലിച്ചപ്പും കരിവേപ്പിൻ്റെ ഇലയും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ വേണമെങ്കിൽ ഇടാൻ, എൻ്റെ അടുത്ത് കസൂരി മേത്തി ഉണ്ടായിരുന്നു, ഞാൻ അതും കൂടെ കുറച്ചിട്ടിട്ടുണ്ട്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പം എല്ലാവരും വീഡിയോ ഒക്കെ കാണുന്നുണ്ട്, സബ്സ്ക്രൈബാണ് ആരും ചെയ്യാത്തത്. അപ്പം നിങ്ങളെ സപ്പോർട്ടും കൂടി വേണം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി വെക്കുക. അപ്പം നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പം അതുവരേക്കും എല്ലാവരോടും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.